ഹായ് അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡാൽഗോണ ഡ്രൈനട്ട് ഷേക്കാണ്. ഡാൽഗോണ കോഫി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെങ്കിലും ഈ ഡാൽഗോണ ഡ്രൈനട്ട് ഷേക്ക് കിച്ചൺ പലാസോയുടെ സ്വന്തം ഐറ്റമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിച്ച് ഷേക്കാണിത്. മാത്രവുമല്ല ഒരു പ്രോട്ടീൻ ഷേക്ക് കൂടിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ ഈ ഷേക്കിലേക്ക് വേണ്ട ഡാൽഗോണയാണ് റെഡിയാക്കുന്നത്. അതിനായി നമ്മൾ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രൂ കോഫിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ അളവ് ഉണ്ടാക്കുകയാണെങ്കിലും ഈ 3 ഐറ്റംസും ഒരേ അളവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നമ്മൾ ഒരു ബീറ്റർ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ഹൈ സ്പീഡിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് കളറൊക്കെ മാറി നല്ല ഫ്ലഫി ആയിട്ട് വരും വരെ നമ്മളിത് ബീറ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇത് ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം. പക്ഷേ അതിന് ഒരുപാട് സമയം വേണ്ടി വരും. ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കണ്ടോ? ഇതുപോലെ ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇതാ കണ്ടോ, നമ്മൾ സ്പൂണ് കൊണ്ട് കോരി നോക്കുമ്പോൾ സ്പൂണിൽ നിന്ന് പെട്ടെന്ന് താഴെ വീഴാത്ത വിധത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള നട്ട്സൊക്കെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ പിസ്ത, കാഷ്യൂ, വാൾനട്ട്, ബദാം, കടല, നിലക്കടല എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ തരിതരിപ്പായിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഫൈനായിട്ട് പൊടിക്കരുത്. ജ്യൂസിൽ നമുക്കിത് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കണം. നട്ട്സൊക്കെ നമ്മുടെ വീട്ടിലുള്ളതിനനുസരിച്ച് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. അളവുകളും അതേപോലെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 ലിറ്റർ ചിൽഡ് മിൽക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ഷെയ്ക്ക് റെഡിയാക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഷെയ്ക്കാണെങ്കിലും ചിൽഡ് മിൽക്ക് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോഴേ ആ ഷെയ്ക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർക്കുകയാണ്. ബൂസ്റ്റിന് പകരം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ആഡ് ചെയ്യാം. പക്ഷേ ബൂസ്റ്റ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ അതെല്ലാം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ. നട്ട്സ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി, അരഞ്ഞു പോവാൻ പാടില്ല. ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഡാൽഗോണ ഇട്ട് കൊടുക്കാം. ഡാൽഗോണ കൂടി ഇട്ട് കൊടുത്തപ്പം ഗ്ലാസ് ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. കിച്ചൺ പലാസോയുടെ സ്വന്തം ഡാൽഗോണ ഡ്രൈനട്ട് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.